വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 1 മുതൽ 14 വരെ തിരുവചനങ്ങള്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, പലസ്തീനായുടെ പശ്ചാത്തലത്തില് കർത്താവ് പറഞ്ഞ ഈ ഉപമ നമ്മുടെ നാട്ടില് നമ്മള് ചിന്തിച്ചു കഴിഞ്ഞാല് നല്ല പഴമുണ്ടാകുന്ന നല്ല മാവിനെ ബന്ധിപ്പിച്ച് ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ നല്ല രുചികരമായ മാമ്പഴം തരുന്ന, തേനൂറുന്ന മാമ്പഴം തരുന്ന മാവൊക്കെ ഉണ്ടാകും. എല്ലാ വർഷവും നമ്മൾ നോക്കിയാല് അതിലെ കുറെ കമ്പുകളൊക്കെ ഉണങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നന്നായിട്ട് കായ്ച്ചുകൊണ്ടിരുന്നതാണെങ്കിലും അതിലെ കമ്പുകൾ ഉണങ്ങിക്കഴിഞ്ഞാല് നമ്മൾ ഒന്നെങ്കിൽ ആ മാവിലെ ഉണങ്ങിയ കമ്പുകളൊക്കെ വെട്ടിമാറ്റി
അടുപ്പില് തീ കത്തിക്കാൻ ഉപയോഗിക്കും. ചിലത് ചെറിയ തോതിലെ കേടുപറ്റിയിട്ടുള്ളെങ്കിൽ നമ്മൾ ചിലപ്പോൾ അല്പം ചെറിയ ചികിത്സയൊക്കെ നടത്തി അതിനെ സുഖപ്പെടുത്താൻ നോക്കും. കേടുപറ്റിയ കമ്പുകൾ വെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നീട് ഒരിക്കലും അത് കായ്ക്കുകയില്ല, അതും ഉണങ്ങിപ്പോകും. എപ്പോഴും ഈ തടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, തായ്തടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ പറ്റൂ. ഇത് എത്ര മനോഹരമായ ഒരു ഉദാഹരണമാണ് നമുക്കറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവജനം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ടതിന്റെ ആവശ്യകത, സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതില് കർത്താവ് വരച്ചു കാണിക്കുന്നുണ്ട്. നമ്മള് ദൈവജനമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന ശക്തികള്. അവരിലൂടെയാണ് ദൈവം മഹത്വപ്പെടുന്നത്. എത്ര അധികം ഫലമുണ്ടാകുന്നു അത്രയധികം പിതാവ് മഹത്വപ്പെടുന്നു എന്നാണ് യേശു എന്ന് പറഞ്ഞത്. നമ്മൾ ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ജീവിതമായിരിക്കണം ഓരോ ക്രൈസ്തവന്റേതും. ഇതിന് നമ്മൾ കൂടുതൽ കൂടുതൽ ഫലമുണ്ടാകണമെങ്കിൽ ഈശോ പറഞ്ഞത് സ്നേഹത്തിൽ വസിക്കുന്നവരാകണം നമ്മളൊക്കെ. സ്നേഹം പലപ്പോഴും നമ്മുടേതൊക്കെ ചുരുങ്ങി ചുരുങ്ങി പോകും. ഈശോ പറഞ്ഞു, സ്നേഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്നെ ഒരാളെ സ്നേഹിച്ചാല് ആ ആളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം വളരെ ചുരുങ്ങിയ സ്നേഹമാണ്. അത് കർത്താവ് പറഞ്ഞു, അതിന് ക്രിസ്ത്യാനിയാകേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ എല്ലാവർക്കും അങ്ങനെയാ. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ മനുഷ്യനല്ല, മൃഗങ്ങൾ പോലും ചിലപ്പോ താല്പര്യം കാണിച്ചെന്നിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കാനൊക്കെ പറയുമ്പോൾ ഇത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഈ സ്നേഹമാണ് നമ്മൾ ലോകത്തില് അവതരിപ്പിക്കേണ്ടത്, ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. ഇതിന് വചനം നമ്മൾ നിരന്തരമായിട്ട് ധ്യാനിച്ച്, ഇന്ന് കർത്താവ് പറഞ്ഞു, നമ്മളൊക്കെ ശുദ്ധി ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനം നിമിത്തമാണ് നമുക്ക് ശുദ്ധി ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും വചനം കേൾക്കണം, വചനം വായിക്കണം, വചനത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇങ്ങനെ നിരന്തരം രാപകൽ ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിച്ച്, ദൈവകൽപ്പനകളെ കുറിച്ച് ധ്യാനിച്ച് ജീവിക്കാൻ സാധിക്കുന്നതാ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗ്യമായിട്ട് മാറേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ വിധത്തില് ദൈവസ്നേഹത്തില് വളരാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കൊച്ചു ജീവിതത്തില് ഒന്നാമത് നമ്മൾ തുടങ്ങേണ്ടത്, അൽമായര് നമുക്കറിയാം, അവരുടെ കൊച്ചു കുടുംബത്തിൽ തന്നെ സ്നേഹത്തിന്റെ പാഠങ്ങള്, ത്യാഗത്തിന്റെ പാഠങ്ങള് അവർക്ക് മക്കളുടെ മുമ്പിലും ഒക്കെ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. ഇത് കാണിച്ചു കൊടുത്ത് അവരെ ദൈവസ്നേഹത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കളും ഒക്കെ ഏറ്റവും കുഞ്ഞ് സഭയുടെ വലിയ മിഷണറിമാരായി മാറുകയാണ്. നമുക്ക് കൂടുതൽ കൂടുതൽ മിഷണറിമാരെ ലോകത്തിന്റെ എല്ലാ അതിർത്തിയിലും പോകാൻ വേണമെങ്കിൽ ഈ കൊച്ചു സഭയില്, കുടുംബസഭയിൽ മുതല് അതിന്റെ പ്രവർത്തനം ആരംഭിക്കണം. ഇന്ന് നമുക്കറിയാം, ലോകം മുഴുവനിലും വലിയ സംഘർഷം നിറയുന്ന ഒരു കാലഘട്ടത്തില് നമുക്ക് നമ്മുടെ കൊച്ചു ജീവിതമെങ്കിലും സ്നേഹം കൊണ്ട് അഭിഷേകിക്കാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് പരിശോധിക്കാം പ്രിയപ്പെട്ടവരെ. ഇതിന് ദൈവത്തോട് എന്നും കൂട്ടുചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ശിഖരം തായ്തടിയോട് ചേർന്നിരിക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ദൈവവുമായിട്ടുള്ള ബന്ധം ഇതെങ്ങനെയാ എന്ന് ചോദിച്ചാല് ഞാൻ പറയും, നമുക്ക് പല മേഖലകളിലൂടെ കൃഷിസ്ഥലത്തിൽ ജോലി ചെയ്യുമ്പോൾ സ്നേഹം പങ്കുവയ്ക്കാം.
പണ്ട് ഒരു പുണ്യവാളിന്റെ ഒരു സംഭവം ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുക വീണ്ടും. നമ്മൾ വെറുപ്പുണ്ടായി കഴിഞ്ഞാല് ആ വെറുപ്പുമായിട്ട് പശുവിന്റെ അടുക്ക ചെന്നാൽ പോലും പശു ചിലപ്പം നമ്മളെ അടിച്ചു വീഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്, പശു തൊഴിക്കുന്നത് കാണും. വീട്ടില് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് പശുവിനെ കിടക്കാൻ ചെല്ലുമ്പോൾ പശു തൊഴിക്കുന്ന സംഭവം. ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് കാണാം. അപ്പൊ പശുക്കൾ പോലും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. കോഴികളും പശുക്കളും ചില വീട്ടില് പണ്ടൊരാളെന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിലൊരു കോഴിയുണ്ട്, കൊച്ചിനെ കാണുമ്പോൾ ഓടി വന്ന കോഴി കൊത്തുക, വല്ലാത്തൊരു പ്രശ്നം, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ വീട്ടിലെ ലോഹിയാണോ? എന്നാ പറയാനാച്ച, എന്റെ ഭർത്താവ് എപ്പോഴും കൊത്താൻ പോകുന്ന കോഴിയെ പോലെയാണ്. ഇത് കേട്ടപ്പം അച്ഛന് മനസ്സിലായി, ഈ കോഴി പൂവൻകോഴി കൊച്ചിനെ കൊത്താൻ വരുന്നത് വീട്ടിൽ നിന്ന് തന്നെ പഠിച്ച ചില ശൈലിയാണെന്ന് അച്ഛൻ അങ്ങോട്ട് മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ മൃഗങ്ങൾക്ക് പോലും പരിസ്ഥിതിയായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ വളർത്തുന്ന പശുക്കളും കോഴി ആടും എല്ലാം നമ്മുടെ സ്വഭാവം ആർജിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ്. അപ്പം നമ്മൾ വീട്ടില് എല്ലാത്തിനെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നാല് അപ്പം വളരെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അവയോടും വചനം പറയുവാൻ നമ്മള് ഓരോ ദിവസവും പക്ഷിമൃഗാദികളോട് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി വചനം പറയുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലെ മൃഗങ്ങളോട് തുടങ്ങി ദൈവസ്നേഹം പറയാനായിട്ട് സാധിക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ആ പശു ധാരാളം പാല് തരുന്നത് കാണാൻ സാധിക്കും. അത് കൂടുതൽ നമുക്ക് അനുഗ്രഹമായി തീരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോരോ മേഖലകളിലും നമുക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിന്റെ ആ സ്നേഹം നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മൾ ഓരോ മറ്റെല്ലാ മേഖലകളിലേക്കും സ്നേഹം എത്തിച്ചു കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറും. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കൊച്ചു ജീവിതം ലോകം മുഴുവൻ ലോകം മുഴുവനിലേക്കും തുറക്കപ്പെടുകയാണ്. നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മ എല്ലാ ലോകം മുഴുവനിലേക്ക് സ്നേഹം ചൊരിയുന്ന വലിയ ശക്തിയായി മാറാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. നമുക്ക് അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. നമ്മൾ വലിയ കഴിവുള്ളവരല്ലെങ്കിലും ഈ എളിയ മനുഷ്യരെ ദൈവം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തന്റെ സന്ദേശമായിട്ട് എത്തിക്കുമ്പോൾ നമുക്കും സ്നേഹിക്കാം. സ്നേഹത്തിന്റെ വലിയ പാഠങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കൊച്ചു സമൂഹം ലോകത്തിന് മുഴുവൻ മാതൃകയാകാൻ എഫാത്തയിലൂടെ ദൈവം വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. നമ്മുടെ ഇപ്പോൾ എല്ലാവരും വിശുദ്ധീകരിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മളെ തന്നെ ലോകം മുഴുവനെയും നമ്മുടെ ഭവനത്തെയും എല്ലാം ആ വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.